ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഞാനിതാ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത് 3 പച്ചമുളകാണ്, അത്യാവശ്യം വലിയ എരിവൊന്നുമില്ലാത്ത പച്ചമുളകാണ്. പിന്നെ ഒരു 3/4 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്. ഞാനിവിടെ കുക്കറിലാണ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കുക്കർ അടുപ്പിൽ വെച്ചു. അതിനുശേഷം കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് കുക്കിംഗ് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക് ഇട്ടു, ഉള്ളി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പും ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ബിരിയാണി ആക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ചൂടുവെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ 1 കപ്പ് അരിക്ക് നമ്മളിവിടെ 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് കുറച്ച് വേവുള്ള അരിയാണ്. അപ്പോൾ നിങ്ങളുടെ അരിയുടെ വേവ് അനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവും മാറ്റി മാറ്റി എടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അങ്ങനെ വഴറ്റി കഴിഞ്ഞു. ഇനി നമ്മൾക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കബാബ് മസാല ഇട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയൊക്കെ ഇട്ടു. പിന്നെ അതിനുശേഷം വെജിറ്റബിൾസ് ഇടാം. നമുക്ക് ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും ഇട്ടിരിക്കുന്നത്, പിന്നെ മല്ലിച്ചപ്പും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വാർത്തു, അതിൻ്റെ വെള്ളമൊക്കെ പോക്കി. ഇനി നമ്മൾക്കിത് കുക്കറിലേക്ക് ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചൂടാക്കി വെച്ച വെള്ളമുണ്ടല്ലോ, അതിന് നമ്മൾക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾക്കിതിൽ ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഒരു തിളയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് കുക്കർ മൂടാം. ഇനി ആവിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വിസിൽ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാം. അപ്പോൾ ഇതാ വിസിൽ വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ തന്നെ ഒരിക്കലും കുക്കർ തുറക്കരുത്. കുറേ നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നു നോക്കുക. നല്ല സൂപ്പറായി നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് കുക്കറിൽ വെക്കാവുന്നതാണ്. കറക്റ്റ് അളവ് അരിയും വെള്ളവും ഒക്കെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇടാം. പിന്നെ കുറച്ച് നെയ്യും ഒക്കെ ഒഴിക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അമ്മ ഇതാ പപ്പടവും പിന്നെ സാലഡും അതുപോലെ തന്നെ നല്ല സ്പെഷ്യൽ ചമ്മന്തിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പപ്പടവും തൈരും പിന്നെ അതുപോലെ തന്നെ ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോഴല്ലേ. അപ്പോൾ നമുക്കിതൊക്കെ കൂട്ടി ഒന്ന് തിന്നു നോക്കാം. അപ്പോൾ ഇതാ ഞാൻ കഴിക്കാൻ പോവുകയാണ്. കഴിച്ചു നോക്കിയിട്ട് പറയാം. നല്ല സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.